കോൺഗ്രസുകാർ പണം മുടക്കി രണ്ട് സർവേ നടത്തി. ഒന്ന് കനകോലുവും മറ്റൊന്ന് ഗുജറാത്ത് ഏജൻസിയും. എന്ത് വേണം? സർവേ ഫലം പുറത്തു വന്നപ്പോൾ KPCC ആഫീസ് ആകെ ശ്മശാന മൂകതയാണ്. കേരളത്തിൽ LDF 3.0 അതിന് വളരെ സാധ്യത കൂടുതലാണ്. പോരാത്തതിന് MLA-മാരെന്ന് പറഞ്ഞാൽ 98 മണ്ഡലങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ജനകീയരാണ്. UDF മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ലത്രേ. ആര് പറഞ്ഞു? കോൺഗ്രസിന്റെ സർവേ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LDF MLA-മാർക്ക് ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ സർവേ ഫലം. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പല്ലെന്നും പ്രാദേശിക ഭരണകൂടങ്ങളോടുള്ള എതിർപ്പാണെന്നുമാണ് സർവേ പറയുന്നത്. 2 ഏജൻസികൾ നടത്തിയ സർവേകളിലാണ് കണ്ടെത്തൽ. ഇതോടെ സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിക്കണമെന്നും പ്രാദേശിക തലങ്ങളിൽ നേതാക്കൾ സജീവമായി ഇടപെടണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടേണ്ടത് അനിവാര്യമെന്ന് കനകോലു സംഘവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേട്ടല്ലോ, ഇടതുപക്ഷത്തിന് എന്തായിരുന്നാലും ആ പൈസ ലാഭമായി. ഇനിയിപ്പോ സർവേ നടത്തി LDF 3.0 സംബന്ധിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കോൺഗ്രസുകാർ നടത്തിയ സർവേ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. ആ സർവേയിൽ കോൺഗ്രസുകാർക്ക് ആശ്വസിക്കാനുള്ള ഏക കാര്യം അത് കനകോലുവും ഒപ്പം തന്നെ ആ ഗുജറാത്ത് ഏജൻസിയും കൈ നിറച്ച് പൈസ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണ്ടേ. അതിനുവേണ്ടി ഇടതുപക്ഷ MLA-മാർക്കെതിരെ ജനവികാരമില്ല, സർക്കാരിനെതിരെ ഇല്ല. ആകെ ജനവികാരമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്രമാണ്. ആ ഒരു വിഷയത്തിൽ മാത്രമാണ് ഒരു താൽക്കാലിക ആശ്വാസം. ആ ഒരു വ്യക്തിയോടുള്ള ജനവികാരം അത് മാത്രമാണ് ഏറെ പ്രതീക്ഷ. അതിന്റെ ഭാഗമായിട്ട് കനകോലുവും ഒപ്പം തന്നെ സതീശനെല്ലാം നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നേരെ മണ്ഡലങ്ങളിൽ പോകൂ, നിങ്ങൾ കുളം കലക്കി തുടങ്ങും. ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ MLA-മാർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചോളൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച് ഇനി തലയും കുത്തി നിന്നാലും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന സർവേ ഫലം പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസുകാർക്ക് തുടർച്ചയായി ഹാട്രിക്കോടുകൂടി പ്രതിപക്ഷമാകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് അവർ നടത്തിയ സർവേയിൽ തന്നെ തെളിയുകയാണ്. അവർ സർവേ നടത്താൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം കൊടുത്തത് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഉള്ള ഇടങ്ങളിൽ പോയി വേണം കൂടുതൽ പ്രതികരണം എടുക്കാൻ. ആ സർവേ ആകുമ്പോഴേ ഞങ്ങൾക്ക് 100 സീറ്റിൽ കൂടുതൽ കിട്ടുള്ളൂ എന്നുള്ള ആ പ്രതികരണങ്ങൾ കിട്ടുള്ളൂ. പക്ഷെ എന്ത് വേണം? ആ മേഖലയിലെല്ലാം സർവേ നടത്തിയപ്പോഴാണ് 110 സീറ്റ് വരെ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന രീതിയിൽ ഇടത് MLA-മാരെല്ലാം തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു എന്നും മണ്ഡലങ്ങളിൽ അവരുടെ ഇടപെടൽ ജനകീയമായിരുന്നു എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി അത് പ്രാദേശിക സർക്കാരിനോടുള്ള വികാരം മാത്രമായിരുന്നു എന്ന് കോൺഗ്രസ് സർവേ കണ്ടെത്തിയതോടുകൂടി കേരളത്തിൽ 3ാം വട്ടവും ഇടത് സർക്കാർ എന്ന് ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കോൺഗ്രസുകാർ ഈ വെള്ളം കോരുന്നത് വെറുതെ ആയി തീരുമെന്ന് കനകോലു തന്നെ വിധി എഴുതി കഴിഞ്ഞു.